ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐഷാസ് ഡ്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പച്ചച്ചക്ക കൊണ്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയും നല്ല ക്രിസ്പിയുമായിട്ടുള്ള സ്നാക്സാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. ഈ ഒരു സ്നാക്സ് ഒരു എയർ ടൈറ്റുള്ള ഗ്ലാസിൻ്റെ ജാറുകളിലാക്കി വെച്ചാൽ നമുക്കിതൊരു മാസം വരെ ഇതിൻ്റെ ക്രിസ്മസ് ഒന്നും നഷ്ടപ്പെടാതെ സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂ കേട്ടോ. എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ പച്ചച്ചക്ക കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്നാക്സ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന്. ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 15 ചക്കച്ചുള എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കുരുവും ചവണിയൊക്കെ കളഞ്ഞെടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ സ്നാക്സ് വേണ്ടത് വെച്ചാൽ അപ്പോൾ അതിനനുസരിച്ച് ചക്കച്ചുള എടുക്കുക കേട്ടോ. നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാനിത് മുഴുവനായിട്ടും ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ ചക്ക നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കുക. ചക്ക അരച്ചെടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കരുത് കേട്ടോ. ഇതുപോലെ നല്ല തിക്കായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ടൊരു ബൗളിലേക്ക് 2 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇത് മൈദപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടിയിലും ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഞാനിത് ഏലക്കയും പഞ്ചസാരയും കൂടി കൂട്ടിപ്പൊടിച്ചതായതുകൊണ്ടാണ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തത്. നിങ്ങൾ ഏലക്കപ്പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുക. ഗീക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ബട്ടറും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കൈകൊണ്ട് ഈ മാവ് ഇതുപോലെ പ്രസ് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ കട്ടയായിട്ട് വരണം. അതുവരെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മളിതിലേക്ക് ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഇതൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഈ മാവ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടല്ല അരച്ചെടുക്കുന്നത്. നമ്മൾ നേരത്തെ അരച്ചെടുത്ത ചക്കയുടെ പേസ്റ്റില്ലേ, ആ ഒരു പേസ്റ്റ് ഈ മാവിലേക്ക് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നമ്മളിത് ചപ്പാത്തിക്ക് മാവ് കുഴച്ചെടുക്കുന്നതിനേക്കാളും കുറച്ച് ടൈറ്റായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇനി നിങ്ങൾ ഈ മാവ് കുഴച്ചെടുക്കുമ്പോൾ ചക്കയുടെ പേസ്റ്റ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ കുറച്ചുകൂടി മൈദമാവ് ചേർത്ത് കൊടുത്തിട്ട് ഈ മാവ് ഒന്ന് ടൈറ്റാക്കി എടുത്താൽ മതി കേട്ടോ. നമ്മളിവിടെ അരച്ചെടുത്ത ചക്കയുടെ പേസ്റ്റ് നമ്മളെടുത്ത മൈദമാവിലേക്ക് കറക്റ്റായിരുന്നു. അപ്പോൾ ഞാനിവിടെ ഈ മാവ് നമ്മൾ ചപ്പാത്തി കുഴച്ചെടുക്കുമ്പോൾ അത്ര സോഫ്റ്റ് ആയിട്ടല്ല, അതിനേക്കാളും കുറച്ച് ടൈറ്റായിട്ടാണ് കേട്ടോ കുഴച്ചെടുത്തിട്ടുള്ളത്. കണ്ടോ, ഈ ചക്കയുടെ പേസ്റ്റ് മുഴുവനായിട്ട് ഞാൻ ഈ മാവ് കുഴച്ചെടുക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല, ഇതിപ്പോൾ തന്നെ പരത്തിയെടുക്കുകയാണ്. അപ്പോൾ ഈ മാവ് പരത്തിയെടുക്കാനായിട്ട് കൗണ്ടർ ടോപ്പിൽ ഇതുപോലെ കുറച്ച് മൈദപ്പൊടി തൂവി കൊടുക്കുക. എന്നിട്ട് ഈ മാവ് ഒരുപാട് തിന്നായിട്ടല്ല, കുറച്ച് തിക്കായിട്ട് തന്നെ പരത്തിയെടുക്കുക. ഇതൊരു 4 ചപ്പാത്തിയുടെ കനത്തിൽ പരത്തിയെടുക്കുക. കണ്ടോ, ഈ ഒരു കനത്തിൽ വേണം കേട്ടോ ഇത് പരത്തിയെടുക്കാനായിട്ട്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതൊരു സ്ക്വയർ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ 4 സൈഡും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. കട്ട് ചെയ്ത് മാറ്റിയ മാവ് കളയരുത് കേട്ടോ. ഇത് വീണ്ടും പരത്തിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഞാൻ ഈ മാവ് കുറച്ച് നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം വീണ്ടും ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്കിതെങ്ങനെയാണോ ഇഷ്ടമുള്ളത് വെച്ചാൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഞാനൊരു ഡയമണ്ട് ഷേപ്പിലാണ് കേട്ടോ ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പം ഞാൻ ഈ മാവ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം ഇതെല്ലാം ഇതുപോലെ വിട്ടിട്ട് വെക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്കിത് ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഓയിൽ നല്ലതുപോലെ ചൂടായി വന്നതിന് ശേഷം വേണം കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുത്തത് ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഓയിലിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം വേണം കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. എന്നാലേ നമുക്കിത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. ഇത് ഓയിലിലേക്ക് ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഇളക്കി കൊടുക്കരുത്. 1 മിനിറ്റ് ഒന്ന് ഈ എണ്ണയിൽ കിടന്നിട്ട് വെന്തതിന് ശേഷം വേണം കേട്ടോ ഇതൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. ഇത് ലോ ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് എണ്ണയിൽ കിടന്നിട്ട് ഫ്രൈ ആവുമ്പോൾ ഈ ഒരു കളറിലായിട്ട് വരും. ഈ ഒരു കളറിലായിട്ട് വരുമ്പോഴാണ് ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുക. ഇനി ഇതുപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തിട്ടെടുക്കുക.
ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രമേ കേട്ടോ ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇത് ഹൈ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ അത്ര ക്രിസ്പി ആയിട്ട് കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കിത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പം ഞാനിത് മുഴുവനും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നമുക്കിത് ഒട്ടും എണ്ണ കുടിക്കാതെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നിങ്ങൾക്കിത് ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടമുള്ളത് വെച്ചാൽ ഇതിങ്ങനെ കഴിക്കുക. അതല്ല നിങ്ങൾക്കിത് കുറച്ച് സ്വീറ്റായിട്ടാണ് കഴിക്കാൻ ഇഷ്ടമുള്ളത് വെച്ചാൽ അപ്പോൾ കുറച്ച് ഷുഗർ സിറപ്പിൽ ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ സൗണ്ട് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് എത്രത്തോളം ക്രിസ്പിയാണെന്ന്. അപ്പോൾ ഞാൻ ഈ സ്നാക്സ് ഷുഗർ സിറപ്പിലൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ്. അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്കിത് വേണമെങ്കിൽ ശർക്കരയിലും കോട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഈ പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആവാനുള്ള പാകത്തിന് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, ഒരു 1/4 കപ്പ് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മളിതിലേക്ക് എത്രത്തോളം കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുവോ അതിനനുസരിച്ച് അത്രയും സമയമാവും ഇത് ഒരു നൂൽ പരുവത്തിലായി കിട്ടാൻ. അതുകൊണ്ട് നിങ്ങൾ ഇതിലേക്ക് ഒരു 1/4 കപ്പിൽ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഇത് ഈ ഒരു രീതിയിലായി കിട്ടും. ഇനി ഇതിലേക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, ഒരല്പം മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നമുക്ക് ഈ പഞ്ചസാര സിറപ്പ് ഒരു നൂൽ പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. നമ്മളിത് വെള്ളത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ചെറിയൊരു ക്രിസ്റ്റൽ പോലെ കിട്ടും. അപ്പോൾ ആ ഒരു രീതിയിലാവുന്നത് വരെ ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. നമ്മളിതിലേക്ക് മൈദമാവ് ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കടകളിൽ നിന്നൊക്കെ 6 നമ്പർ വാങ്ങിക്കുമ്പോൾ അതിലൊരുപാട് ഷുഗർ കോട്ട് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. പക്ഷേ നമുക്കത് കഴിക്കുമ്പോൾ അത്ര വലിയ മധുരമുള്ളതായിട്ട് തോന്നില്ല. എന്നാൽ അത് നല്ല വൈറ്റ് കളറിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. എത്രത്തോളം മാവ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുവോ അത്രത്തോളം ഇത് നല്ല വൈറ്റ് കളറിലും അതുപോലെ തന്നെ ഇത് നല്ലതുപോലെ കോട്ട് ചെയ്തിട്ടും കിട്ടും. ഈ മൈദമാവ് ഈ ഷുഗർ സിറപ്പിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഈ മൈദമാവ് നല്ലതുപോലെ വെന്ത് കിട്ടും. കാരണം അത്രത്തോളം ചൂടാണ് നമ്മുടെ ഈ പഞ്ചസാര സിറപ്പിന്. അപ്പോൾ മൈദമാവ് ഈ സിറപ്പിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ആകുമ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ഉടനെ തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും ഏലക്കയും കൂടി കൂട്ടിപ്പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിത് ഇളക്കി കൊടുക്കുന്ന ടൈമിൽ തന്നെ ഈ പഞ്ചസാര സിറപ്പ് ഈ ബിസ്ക്കറ്റിൽ പിടിച്ചിട്ട് ഇത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടും. ഇത് ഒരുപാട് സമയം ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ ഒന്ന് കോട്ടായി കിട്ടിയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ബിസ്ക്കറ്റിൽ ഈ ഷുഗർ സിറപ്പ് നല്ലതുപോലെ കോട്ടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫാക്കി കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇത് കണ്ട ഈ ഷുഗർ സിറപ്പ് ഈ ബിസ്ക്കറ്റിൽ നല്ലതുപോലെ കോട്ടായിട്ട് ഇത് നല്ലതുപോലെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചക്ക കൊണ്ടുണ്ടാക്കിയ 6 നമ്പറാണ് കേട്ടോ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇതിൽ ചക്ക ചേർത്തുണ്ടാക്കിയത് കൊണ്ട് നമ്മൾ കടകളിൽ നിന്നും വാങ്ങിക്കുന്ന 6 നമ്പറിനേക്കാളും കൂടുതൽ ടേസ്റ്റാണിത്. ഇതുണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമല്ലേ. അപ്പോൾ നിങ്ങളിനി ആരും ചക്ക വെറുതെ കളയാതെ ഇതുപോലെ സ്നാക്സൊക്കെ ഉണ്ടാക്കി നോക്കൂട്ടോ. ഞാൻ പച്ച ചക്ക കൊണ്ടും പഴുത്ത ചക്ക കൊണ്ടുമുള്ള ഒരുപാട് സ്നാക്സ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഈ ചക്ക സീസൺ കഴിയുന്നതിന് മുമ്പ് തന്നെ ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് അതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക് യു.